ഫുള്ള് ശരിയായ 25 മാർക്കൊക്കെ ഉണ്ടല്ലോ. ഏത് അലിമാശ ക്ലാസ് അല്ലല്ലേ ഈ വർഗർ വാങ്ങിത്തരാ. മുട്ടായി മാഷ് തരണേ. അലിമാഷ് എന്താണ് എന്തേലും പറയാ കുഞ്ഞാ മറ്റേ സാധനം ബ്രോസ്റ്റ്. അലിമാഷ് ബ്രോസ്റ്റ് ആയി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണം ബ്രോസ്റ്ററായി അടിപൊളിയായിട്ട് കളർ എടുത്തിക്കണല്ല. നല്ല ഭംഗിയില് മിന്നി ഇരിക്കണതാ. ഇതാണ് ഈ തെങ്ങ് വരച്ച് പഠിച്ചാ മതി കേട്ടാ. അടിപൊളിക്കത് കാണട്ടെ. അവിടുന്ന് തിന്നും ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയില്ല. അപ്പൊ എത്ര ബ്രോസ്റ്റ് ഇട്ടിരിക്കണ്? ബ്രോസ്റ്റ് എത്ര ഉണ്ട്? ആ പെട്ടിയിലാണ് ഇട്ടിരിക്കണ്. മിന്നാജിന് കിട്ടിയ സാവന് കിട്ടിയ അനസിനൊക്കെ മിന്നാജ് വക്കീലാണ് വിളിക്കുന്നത്. വക്കീലോ? അമ്മാന്റെ കുട്ടിക്ക് എത്ര മാർക്കാണ്? എല്ലാം A+ ഉണ്ടല്ലോ. ഇതിലെന്ത് 2 മാർക്ക് പോയി? പൂയാനുള്ളിന്റെ ഒക്കെ പയ എഴുതിച്ചിക്കണല്ലോ. അത് പയാക്കിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ പൂയാന്. പട്ടത്തിയെ അറിയാ അപ്പൊക്കെ പിന്നെ കുട്ടിയെ മാർക്കൊക്കെ ഇട്ട ഞാന്. അപ്പൊ ടീച്ചറോട് പറയണം അലിമാഷ് ബ്രോസ്റ്റ് ആയി കൊടുത്തിരിക്കണം. അപ്പൊ എനിക്കും ഞങ്ങൾക്കും ബ്രോസ്റ്റ് വേണം. പറ്റൂല അറബി മാഷോട്. തേങ്ങ വേവൊന്നും വേണ്ട. തേങ്ങ വേവാൻ നിക്കലാ. ഇത് വേറെ ഇതിനിട്ടാ ടീച്ചർ എന്താ ഇത് വേറെ ഒന്നും എഴുതണ്ട. പിന്നെ 30 ഒരു മാസം ഉണ്ടാവുക. 30 കഴിഞ്ഞാ പിന്നെ 1 മുതൽ തുടങ്ങൂല. ടീച്ചർ കൈ മാറിയ ചോദിച്ചാ ഇനി എന്തിനാ അയിമ കളിച്ചല്ലോ? ഇഞ്ഞോ മിസ്സേക്കുമ്പോൾ നോക്കണ്ട. ഒരു പൂവുണ്ടാണോ ചോരാന്നാ അറിയ. നോക്കി ഞാൻ കഴിച്ചേര മുറി. ഞാൻ കഴിച്ചേര ഇടുവാ. ഇങ്ങോട്ട് വാ. ഞാൻ കഴിച്ചേര ഇതിക്ക് നോക്ക്. കുട്ടി മുറി ആയടാ. ചോര വന്ന് കുട്ടിക്ക് അടിക്ക. പല്ല് കുത്തിയതാണ്. മേലത്തെ പല്ല് തല്ല കുത്തലുത്തിക്കണോ. ഒരു പല്ല് അങ്ങനെ കുത്തി. ആ മേലത്തെ വലിയ പല്ലിന്റെ മൊത്തം വീതി. അപ്പം നമ്മളെ മിന്നൂട്ടിൻ്റെ ആൻസർ പേപ്പർ നോക്കണതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ റിസൾട്ട് എന്ത് ചെയ്ത് അവൻ്റെ കാർമ കയറിയിട്ട് ടേബിൾമൊക്കെ എന്തോ ഉള്ളി എന്തോ തൊലിക്കാൻ വേണ്ടി എത്തിപ്പാളിയതാട്ടോ. അങ്ങനെ അവിടെ വീണ് അവൻ്റെ ചുണ്ടൊക്കെ പൊട്ടി ചോരൊക്കെ പോയി. അതിൻ്റെ ഇടയിൽ അങ്ങനെ സംഭവിച്ചു കേട്ടോ. അപ്പോൾ അവനെ സ്റ്റൂള് കിട്ടിയില്ലെങ്കിൽ അവൻ്റെ കാർമണ്ട് കയറിയാൽ പിന്നെ ടയർ അങ്ങനെ ഉരുളൂല. മക്കളിതാ പിന്നെ ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര കളിയൊക്കെയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ TV-ൻ്റെ ഫ്ലഗ് എന്തൊക്കെ കേടയിന്. അപ്പോൾ അത് കുഞ്ഞോനെന്തൊക്കെയാണ് നേരാക്കുകയാണ്. പിന്നെ അതാന്ന് വെള്ളിയാഴ്ച ആയിരുന്നു. വെള്ളിയാഴ്ചക്കത്തെ ദിവസത്തെ ഒരു പരിപാടിയാണിത്. അപ്പോൾ അതാ എന്താണ് കുറേ ദിവസമായിക്കണം കേട്ടോ വെള്ളിയാഴ്ച സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാനോർത്ത് ഏതായാലും നമ്മളെ കോഴിക്കളെ കാര്യത്തിലൊരു തീരുമാനമൊക്കെ അയക്കണം. അപ്പോൾ കോഴിനെ അടക്കം ഇങ്ങനെ അറക്കലാണ് ഇപ്പോൾ. അപ്പോൾ കോഴിനെ അറക്കും ചെയ്യാം. പിന്നെ പപ്പടം പൊരിച്ച് പിന്നെ തേങ്ങാച്ചോറും വെക്കാൻ വിചാരിച്ചിട്ട്. ഇന്നിപ്പോൾ എല്ലാവരും ഉണ്ടേനു. ആദ്യമൊക്കെ എല്ലാ വില്ലേജ് സ്പെഷ്യൽ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഒരുപാട് ബാക്കോട്ട് ഇരിക്കണം. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതാ നമ്മൾ മിന്നുട്ടി പപ്പടം പൊരിക്കാൻ വന്നിക്കണം. റിസോർട്ട് വന്നിക്കണം. ഒരു പപ്പടം പൊരിക്കുക, ദോശ ചുടുക, അങ്ങനത്തെ ഒന്നും പോലെ കണ്ണ് കണ്ടാൽ പിന്നെ സുഖം തരുമല്ല കേട്ടോ. അപ്പോൾ അത് പൊരിക്കാൻ വേണ്ടി വന്നതാണ് രണ്ടാളും കൂടി. അപ്പോൾ നമ്മൾ റിസോർട്ട് പൊരിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാനത് മഞ്ഞപ്പൊടിൻ്റെ അളക്ക് മറന്നിക്കാണ്ട് അവിടെ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് ഓനത് അടച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഓനവിടെ ചെയ്ത് നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ട സ്വയം ചെയ്യും. അപ്പോൾ മനസ്സിക്കൊരു സന്തോഷം കേട്ടോ.
പിന്നെ ഇത് പിന്നെ ഉള്ള പരിപാടി കേട്ടോ. പപ്പടം പൊരിച്ച് കഴിഞ്ഞാൽ പിന്നെ പപ്പടം എടുത്ത് തിന്നൽ അത് നമ്മളായാലും ഒന്നും തിന്നില്ല, ഒന്ന് തിന്നതൊരു സന്തോഷമാണ്. മക്കളോട് തിന്ന് അപ്പോൾ തോനെ പപ്പടം ഉണ്ടെങ്കിൽ ഓരോന്നൊക്കെ ഞാൻ എല്ലാവർക്കും കൊടുക്കൂട്ടാ. ഓരോന്നൊക്കെ ഉള്ളിച്ചെങ്കിൽ ഞാൻ പറയും ചോറിന് പിന്നെ ഇങ്ങോട്ട് വരരുത് അറിയിട്ടാ. പിന്നെ നമ്മൾ അനുട്ടി വന്നിട്ടുണ്ട്. ഒരു കൂടുതലുണ്ട് കേട്ടാ. പിന്നെ അനൂസ് പിന്നെ എന്തുണ്ടാക്കിയാലും മുന്നിൽ ഫസ്റ്റ് ഓനെത്തും കേട്ടോ. ഓനാണ് വലിയ സംഭവം ഉദ്ഘാടനം ചെയ്യുന്ന ആള്. അണ്ണനില്ല വന്നിക്കണ് ഇറച്ചി പീസ് ഇറങ്ങുന്ന വണ്ടി തന്നെ ഉണ്ടല്ലോ നിങ്ങള്. ആദ്യം വരുവാനാണ് കേട്ടത്. അണ്ണനില്ല ചോറൊക്കെ വിളമ്പി 2 പപ്പടമൊക്കെ എടുത്ത് കുറച്ച് കറിയൊക്കെ ഓനച്ച് രസം ഉണ്ടാവില്ല തേങ്ങ ചോറ്റിക്ക്. അങ്ങനെ നമ്മൾ അനുട്ടി ചോറും കറിയൊക്കെ വിളമ്പിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ അതിന് ശേഷമാണ് ഞാൻ മല്ലിച്ചപ്പും പുതിനയിലൊക്കെ അതിൽ അരിഞ്ഞിട്ടിട്ടുള്ളത്. പിന്നെ തൂമ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ തൂമ്പിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളെ മക്കളതിനൊന്നും ടൈം വരില്ല. അപ്പോൾ നമ്മൾ അനുട്ടി അതിൻ്റെ ഇടയിൽ കൂടെ കുളിച്ച് പള്ളിക്കുള്ളവർ നിസ്കരിക്കാൻ വേണ്ടി പോയിരുന്നു, ജമാഅത്തിന് പോയിരുന്നു. അപ്പോൾ ഞാൻ ഒരു പേക്ക് പപ്പടം കൊണ്ടുവരാറിയിരുന്നു. അപ്പോൾ അതാണ് പൊരിച്ചത്. അതാണ് അവന് വേഗം ചോറിനാൻ പോയത്. പിന്നെ ഇന്നത്തെ ദിവസം ഒരു റാഹത്തായിട്ടുള്ള ദിവസമാണ് കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഇപ്പോൾ അടുത്ത കാലത്തൊന്നും കിട്ടിയിട്ടില്ല, അൽഹംദുലില്ലാ. എന്താ വെച്ചാൽ അങ്ങനെയാണ് ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്.